ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു വർഷമായിട്ടും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ ചാനൽ എങ്ങനെ ഒരു വർഷത്തിന് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാമെന്നുള്ള കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. സാധാരണ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസ് ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ചിങ് അവേഴ്സും കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ഫുൾ വീഡിയോ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അതേസമയം ഷോർട്ട് വീഡിയോസിനാണെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. പിന്നെ അതുമാത്രമല്ല 10 മില്യൺ വ്യൂസും വേണം. 3 മാസത്തിനുള്ളിലാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിലാണ് നമ്മളുടെ ചാനൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് ഇങ്ങനെ മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് എങ്ങനെ ആക്കാൻ പറ്റും അതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലും അതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക. അതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ആവാനാണെങ്കിലും നമ്മുടെ വ്യൂസ് കൂടാനാണെങ്കിലും അതേപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടാനാണെങ്കിലും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് പോവാ കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ, വീഡിയോ ഇടാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോകും. പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ച വ്യൂസോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ സബ്സ്ക്രൈബേഴ്സോ നമുക്ക് വരാണ്ടിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡൗൺ ആവുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോസ് ഇടൽ പതിയെ പതിയെ കുറക്കും. അങ്ങനെയാണ് പൊതുവെ അങ്ങനെ കണ്ടുവരാല്ലേ. ഇപ്പൊ ഞങ്ങളുടെ ചാനലാണെങ്കിൽ പോലും ഞങ്ങൾ ആദ്യമേ തന്നെ കുട്ടികളുടെ ചാനലായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അതിലാണെങ്കിൽ പോലും നമ്മൾ വീഡിയോസ് ഇടണതെന്ന് കറക്റ്റ് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഒക്കെ വീഡിയോ എടുക്കും, എപ്പോഴെങ്കിലും ഒക്കെ ഇടും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് നമുക്ക് ഇതേപോലത്തെ തെറ്റുകൾ പറ്റിയത്. അപ്പൊ ഇനിയുള്ള പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെങ്കിലും ഇതേപോലത്തെ മിസ്റ്റേക്കുകളൊന്നും പറ്റരുതെന്ന് കരുതിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനത്തെ അതായത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ഒന്ന് രണ്ട് വീഡിയോസ് ആയിട്ട് എടുത്തിട്ട് പോണത്. ഈ വലിയ യൂട്യൂബ് ചാനലിൽ അല്ലാതെ അതുപോലെ തന്നെ ഇത്തിരിയൊക്കെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉള്ള ചാനലുകാർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ഇത് നമ്മൾ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോസുമാണ് നമ്മളിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയില്ലായിരുന്നത് ഈ യൂട്യൂബിൽ എങ്ങനെയാണ്, ഏത് ടൈമിലാണ്, എപ്പോഴൊക്കെയാണ് വീഡിയോ ഇടേണ്ടതെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഫസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ മാസത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെയാണ് യൂട്യൂബിനെ പറ്റി കുറെ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പോവാന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതട്ടോ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ പിന്നെ നമ്മൾ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ നിങ്ങളും ഇതേപോലത്തെ തെറ്റുകളൊന്നും ചെയ്യരുത്. ഇപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു വീഡിയോ ഇടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉയർച്ചയിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ വീഡിയോ എടുക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും നമുക്ക് അധികം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരും ഉണ്ടാവില്ല. ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത് പ്രൊമോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ മറ്റുള്ള സോഷ്യൽ മീഡിയകൾ, ഇപ്പൊ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അതുവഴിയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന്, നമ്മുടെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നുള്ള കാര്യം അത് മറ്റുള്ളവരെ അറിയിക്കുക. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് കൂടുതലായിട്ടും മറ്റുള്ളവരേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എത്തിക്കേണ്ടതാട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും മറ്റുള്ളവരുടെ അടുത്ത് പറയാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുമോ, അല്ലെങ്കിൽ അവരുടെ ഫോണൊക്കെ മേടിച്ച് നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കാട്ടോ. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തുടക്കത്തിൽ പിള്ളേരായിരുന്നു ആദ്യം തന്നെ ചാനൽ കൊണ്ടുപോയിക്കൊണ്ട് വെച്ചത്. ആ സമയത്ത് ഇതേപോലെ കല്യാണ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും പിള്ളേർ തന്നെ പോയി എന്താ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയി പറയുമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ചാനൽ ഉണ്ട്, അപ്പൊ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ചാനലൊക്കെ പ്രൊമോട്ട് ചെയ്യുക.
അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കോപ്പിറൈറ്റിന്റെ കാര്യം. ഇപ്പൊ നമ്മള് ഷോർട്സിലാണെങ്കിൽ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് അങ്ങനത്തെ പ്രോബ്ലം വരാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ സോങ് കേട്ടുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിലിമിന്റെ എന്തെങ്കിലും ക്ലിപ്പ് ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഷോർട്സിൽ ഇത് യാതൊരുവിധ ബാധകം ആവുന്നില്ല ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ലോങ് വീഡിയോസിൽ വരുമ്പോഴത്തേനും ലോങ് വീഡിയോസിൽ ഇപ്പം നമ്മളൊരു വീഡിയോ എടുത്ത് നമുക്ക് ആ വീഡിയോന് ഒരു 5K-യോ 6K-യോ വ്യൂസ് കിട്ടി. അപ്പൊ നമ്മൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുവാണ്. അപ്പൊ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു റീയൂസ്ഡ് കണ്ടന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോന്റെയും കൂടി വ്യൂസിനെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ ഇപ്പോൾ ഒരു 500 മണിക്കൂർ അല്ലെങ്കിൽ 100 മണിക്കൂർ ഒക്കെ വല്ലതും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മോണിറ്റൈസേഷൻ ആ സമയം വരുമ്പോഴത്തേക്കും നമ്മുടെ അത്രയും ടൈം വാച്ചിങ് അവേഴ്സ് നമ്മുടെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ലോങ് വീഡിയോസിൽ കൂടുതലായിട്ടും ഈ റീയൂസ്ഡ് കണ്ടന്റും കോപ്പിറൈറ്റും കിട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. ഇനിയെന്ന് പറയണത് നമുക്ക് നമ്മുടെ വാച്ചിങ് അവേഴ്സ് കൂട്ടുന്ന കാര്യമാണ് കേട്ടോ. വാച്ചിങ് അവേഴ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലോങ് വീഡിയോസ് വരുമ്പോഴത്തേനും ലോങ് വീഡിയോസിൽ മിനിമം 3 മിനിറ്റ് എങ്കിലും നമുക്ക് ആ വീഡിയോ വേണം. മാക്സിമം എന്തോരം വേണമെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മിനിമം 3 മിനിറ്റ് എങ്കിലും നമുക്ക് ആ വീഡിയോ ലെങ്ത് വേണം. അപ്പോൾ ഇതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയാണോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കണ്ടന്റ് ആ കണ്ടന്റിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മളൊന്ന് ചുരുക്കി ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ അത് എടുത്തു പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ഇപ്പൊ ആൾക്കും സമയമില്ല, ഒന്നിലും സമയമില്ലാത്ത ആൾക്കാരാണ്. ഒരു ഷോർട്സ് കാണണമെങ്കിൽ പോലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള വിഷയമാണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് കണ്ടിടും, അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് അടിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടന്റ് ഏതാണെങ്കിൽ പോലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ബോറിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരത് സ്കിപ്പ് അടിച്ച് പോകും. അപ്പൊ നമുക്ക് അങ്ങനെ സ്കിപ്പ് അടിച്ച് പോകുമ്പോഴത്തേക്കും ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വാച്ചിങ് അവേഴ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കണ്ടന്റ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ വീഡിയോസിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആ ഇൻട്രൊഡക്ഷൻ ഇതിൽ തന്നെ ജസ്റ്റ് കൊണ്ടുവരിക. നമ്മൾ തമ്പനയിലായിട്ട് ഇടുന്നതാണെങ്കിൽ പോലും ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് നമ്മൾ തമ്പനയിൽ ആഡ് ചെയ്താലും നമുക്കത് മതി. എന്നാലും നമ്മളത് ഇൻട്രൊഡക്ഷനിൽ പറയണത് നമ്മുടെ വാച്ചിങ് അവേഴ്സ് കൂടാനായിട്ട്. അപ്പൊ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും ഈ പറയണ ഈ കണ്ടന്റ് ഈ പ്രധാനപ്പെട്ട പോയിന്റ് വീഡിയോസിന്റെ ഏത് ഭാഗത്തായിരിക്കും വരണേന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ആളുകൾക്ക്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് നമുക്ക് വ്യൂസ് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇടും. അപ്പൊ ഇത് ഏത് കണ്ടന്റ് ആണോ നമുക്ക് വരണേന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ചാനലാണെങ്കിൽ പോലും നമ്മള് ഇപ്പോ യൂട്യൂബിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയണത്. നമ്മള് വ്ലോഗ് ചെയ്യാറുണ്ട്, കുക്കിംഗ് ഇടാറുണ്ട്, ഗെയിംസ് ഇടാറുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ലോങ് വീഡിയോസിൽ ഏതാണോ ഇപ്പൊ നമ്മളിപ്പോ കുറെ ടൈപ്പ് വീഡിയോ ഇടുന്നുണ്ടെന്ന് ചോദിച്ചപ്പോ ചലഞ്ചിങ് വീഡിയോ, അതുപോലെ തന്നെ വ്ലോഗിങ്, കുക്കിംഗ്, അതേപോലെ ഇൻഫോർമേഷൻ വീഡിയോ, അങ്ങനത്തെ കുറെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ഏത് വീഡിയോയിലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടണേന്ന് നോക്കാം. വ്യൂവേഴ്സിന് നമ്മളിൽ നിന്ന് ഏത് ടൈപ്പ് വീഡിയോ ആണോ അവര് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കൂടുതലായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് വ്യൂസ് കിട്ടാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ടുള്ള അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ചാനലും പറഞ്ഞ പോലെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനായിട്ടാണെങ്കിലും നമുക്ക് ഏർണിങ്സ് കിട്ടാനാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും കേട്ടോ. കോപ്പിറൈറ്റിന്റെ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കണ്ടന്റ് ഇടുന്ന കാര്യം ശ്രദ്ധിക്കുക, അത് പറഞ്ഞ പോലെ തന്നെ വാച്ചിങ് അവേഴ്സ് കൂട്ടാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇപ്പൊ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. പറഞ്ഞതെല്ലാം നമ്മുടെ പുതിയതായിട്ട് വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ള
ജസ്റ്റ് അവരറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞു പോണത്. നമുക്ക് പറഞ്ഞ പോലെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് വീഡിയോസ് ഇടേണ്ടത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ പോയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആവും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ വെക്കണം. പിന്നെ അതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. അപ്പം എന്തായാലും ഇനി അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബായ്.